2025 ജനുവരി നമുക്കൊരു സാധാരണ വർഷമായിരുന്നു. പക്ഷെ റുഷിദ മോൾക്കും സമൂസ കാഫിക്കും അത് അവരുടെ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. എന്നാൽ ഇന്ന് ആ നിരപരാധികൾ സോഷ്യൽ മീഡിയയിൽ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കമന്റ് ബോക്സുകളിലും അവരുടെ പേരാണ് വലിച്ചഴക്കപ്പെടുന്നത്. 3 ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ബുർദ മജ്ലിസിന് വിളിക്കപ്പെടുമ്പോൾ വരുന്ന ആളുകൾ അത് ആ മജ്ലിസ് കൃത്യമായ ബോധത്തോടുകൂടി ഇരുന്ന് നിങ്ങളാൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം ചെയ്യുക. നമ്മളെല്ലാം ചെറിയ വിദ്യാർത്ഥികളാണ്. സോ തെറ്റുകൾ സംഭവിക്കും. പക്ഷെ നമ്മൾ ഇരിക്കുന്ന മജ്ലിസിനെ മനസ്സിലാക്കുക. ബുർദ ചെല്ലാൻ വിളിച്ചാൽ ബുർദ ചെല്ലിയിട്ട് പോകണം. വേറെ കൈ നിട്ടാൽ നിരപരാധികളാണ് ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെയും പേടിക്കണം. ഇന്നത്തെ കാലാവസ്ഥയിൽ പടച്ചവനെയും പടപ്പിനെയും പേടിക്കേണ്ട അവസ്ഥയാണ്. സോ നമ്മൾ പേടിച്ച് ശ്രദ്ധയോടുകൂടി നമ്മൾ ഏത് പരിപാടിയും കണ്ടന്റ് ചെയ്യുക. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ഏതൊരു വിഷയം വരുമ്പോഴും അടച്ചാക്ഷേപിക്കുന്ന ചില ശൈത്താന്മാരുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ തെറ്റ് ചെയ്ത ആളുകളെ ഞാൻ ഒരു നിലക്കും ഈ പാട്ട് പാടിയവരെ ന്യായീകരിക്കില്ല. തെറ്റ് ഞാൻ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെ. ഞാൻ ചെയ്യുന്നതിന് എന്നെ ക്രൂശിക്കണം, എന്നെ കുറ്റപ്പെടുത്തണം. വട്ടത്തിലിട്ട് ആക്രമിക്കുന്നത് ശരിയല്ല. സോ അടച്ചാക്ഷേപിക്കൽ നിർത്തുക. ചിലയിടങ്ങളിൽ സമസ്തയുടെ പരിപാടി എന്ന് കണ്ടു, ചിലയിടങ്ങളിൽ സക്കാഫിമാരുടെ കാട്ടിക്കൂട്ടൽ കാന്തപുരം മറുപടി പറയണം. പിന്നെ മാർക്കസിന് എഴുതി കൊടുത്ത പാട്ടാണല്ലോ ഇപ്പോൾ ഇത്. ചിന്തിക്കുക, ബോധം ഒരല്പം വെച്ചിട്ട് കമന്റ് ബോക്സിൽ എഴുതുക. കമന്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിയോടുകൂടി എഴുതി കൂട്ടുക. അടച്ചാക്ഷേപിക്കുക നിർത്തുക. മൂന്നാമതായിട്ട് പറയാനുള്ളത് വീഡിയോ ക്രിയേറ്റേഴ്സിനോടാണ്. നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയാണ്. ഈ ഒരു വിഷയം വെച്ചിട്ട് അത്യാവശ്യം നമ്മൾ മുതലാക്കിക്കണം. ഇനി ട്രോൾ ഇറക്കുന്നവരോട് ആ 2 പേര് അവരിതിന് നിരപരാധികളാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ അപ്പുറത്ത് അവരുടെ കുടുംബം, ഉമ്മയും ഉപ്പയും, ആ ഒരു മുഖം മാത്രം നമ്മുടെ മനസ്സിൽ വെക്കുക. അവർ പുറത്തിറങ്ങി ഉള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ നമ്മളാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇവിടെ വെച്ച് നിർത്തുക. അവരവരുടെ വഴിക്ക് പോട്ടെ. ഒരു തെറ്റ് പറ്റി, അതും അവരുടെ കയ്യിൽ നിന്നല്ല, മറ്റു ചിലരിൽ നിന്ന് സംഭവിച്ച തെറ്റ് അവർ ഇരകളായി മാറി, നമ്മൾ ഇരകളാക്കി മാറ്റി എന്ന് പറയാതിരിക്കാൻ വയ്യ. സോ നമുക്കിതിവിടെ വെച്ച് നിർത്താം. ആ ഉപ്പയെയും ഉമ്മയെയും മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. അല്ലാഹു തആല നമുക്കെല്ലാം റാഹത്തിൽ തരട്ടെ. അസ്സലാമു അലൈക്കും.